ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സ്ഥലത്തെ കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഞാൻ ഉള്ളത് ഗോവയിലെ വാസ്കോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലമാണ് ഗോവയുടെ തുറമുഖ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം. ഈ നഗരം വാസ്കോഡഗാമയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. മൊർമുഗാവോ ഉപജില്ലയുടെ ആസ്ഥാനമായിട്ടാണ് ഈ നഗരം പ്രവർത്തിക്കുന്നത്. 1543 സ്ഥാപിതമായ ഈ നഗരം 1961 വരെ പോർച്ചുഗീസ് കൈകളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ രാവിലെ ഈ വാസ്കോ നഗരത്തിൽ വന്നിറങ്ങി. പഴയ ഒരു നഗരമാണ്, അതുകൊണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളിൽ നമുക്ക് ആ ഒരു പഴമ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ നഗരം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന എല്ലാം പഴയ മോഡൽ കെട്ടിടങ്ങളൊക്കെയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. നമുക്ക് ഈ വഴി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് കാണാൻ സാധിക്കും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ പഴയ കെട്ടിടങ്ങളാണ് ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്നത്. എല്ലാ പോർച്ചുഗീസ് കാലത്ത് പണിതാണെന്ന് തോന്നുന്നു. അവരുടെ ഒരു നിർമ്മാണം പോലെയാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുക. ഈ കാണുന്നതാണ് വാസ്കോ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് മഡ്ഗാവിലേക്ക് എപ്പോഴും ട്രെയിനുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇടത് സൈഡിലായി ഒരുപാട് തട്ടുകടകളൊക്കെ കാണാം. ഇതൊക്കെ വൈകുന്നേരങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടുന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു മത്സ്യ മാർക്കറ്റ് ഉണ്ട്. നമുക്ക് ഈ മത്സ്യ മാർക്കറ്റിന്റെ അകത്തൂടെ കയറി ഒരു പല വിധത്തിലുള്ള മത്സ്യങ്ങളെ വിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാവരും സ്ത്രീകളാണ്. അവരാണ് ഇവിടെ പ്രധാനമായിട്ടും മത്സ്യം വിൽക്കാനിരിക്കുന്നത്. എന്നെ കണ്ടിട്ട് ഒരുപാട് പേര് മീൻ വാങ്ങിക്കാനൊക്കെ പറഞ്ഞ് ഒച്ചയിൽ വിളിക്കുന്നുണ്ട്, ബായ് ബായ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനതൊന്നും നോക്കാതെ നേരെ അകത്തേക്ക് നടക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഫിഷ് മാർക്കറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് കടകളൊക്കെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ മുന്നോട്ട് നടന്നു പോകുന്ന ഒരു പച്ചക്കറി മാർക്കറ്റിൻ്റെ അകത്തൂടെയാണ്. ഇതാണ് ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ്. എല്ലാ പലചരക്ക് സാധനങ്ങളൊക്കെ ഈ മാർക്കറ്റിൽ കിട്ടും. ഈ മാർക്കറ്റിലൂടെ നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് വാസ്കോ ബസ് സ്റ്റാൻഡിലേക്കാണ്. ഗോവൻ ദേശീയയുടെ പിതാവ് ക്രിസ്റ്റാവോ ഡി ബ്രാഹാങ്ക കുൻഹയുടെ ഒരു സ്റ്റാച്ചു നമുക്കിവിടെ കാണാൻ കഴിയും. ഈ വാസ്കോ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മഡ്ഗാവിലേക്കും പനാജിയിലേക്കൊക്കെ ബസ് കിട്ടും. ഇവിടുന്ന് പനാജിയിലേക്ക് 30 കിലോമീറ്ററും മഡ്ഗാവിലേക്ക് 28 കിലോമീറ്ററുമാണ് ദൂരം.
അപ്പോൾ ഇനി നമ്മൾ ഈ വഴിയാണ് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ഇവിടെ ഈ ഫിഷിംഗ് ഹാർബർ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഫിഷിംഗ് ഹാർബറിലെ കാഴ്ചയിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് 10 രൂപ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കാണാമെന്ന് വിചാരിച്ച് മുന്നോട്ട് നടക്കുകയാണ്. 1888 നിർമ്മിച്ച മൊർമുഗാവോ തുറമുഖം ഏഷ്യയിലെ തിരക്കേറിയ കപ്പൽ മാർഗമായി ഇപ്പോഴും തുടരുന്നു. ഈ തുറമുഖം പോർച്ചുഗീസ് രാജാവ് ഗോവ മേഖലയിൽ അന്നത്തെ ജമീന്ദറായിരുന്ന ഗലി സിദ്ധയുമായി ചേർന്ന് നിർമ്മിച്ചതാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യൻ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും കപ്പലുകൾ നിർമ്മിക്കുന്ന ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ കപ്പൽ നിർമ്മാണ മേഖലയും 1957 ഇവിടെ നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇവിടെ വ്യക്തമായ സാന്നിധ്യമുണ്ട്. അതിൻ്റെ വിശാലമായ ക്യാമ്പസുകളും തുറമുഖങ്ങളും നാവിക താവളം വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് ഈ തുറമുഖത്തിൻ്റെ അകത്തേക്കൊന്നും പോയി അങ്ങനെ കാണാൻ സാധിക്കില്ല. ഈ കാണുന്നതാണ് ഇവിടുത്തെ തുറമുഖം. നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല, അത് വേറെ വഴിക്കാണ് ഈ കപ്പൽ കിടക്കുന്ന അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ കപ്പലിതാ അങ്ങ് ദൂരത്തായിട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതെല്ലാം ഫിഷിങ്ങിന് പോകാനായിട്ട് തയ്യാറാകുന്ന ബോട്ടുകളാണ്. ഈ ചേട്ടന്മാരൊക്കെ ഐസ് ബോട്ടിലേക്ക് കയറ്റുന്നതാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് തിലക് മൈതാൻ. ഈ തിലക് മൈതാനിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഈ നഗരത്തിൻ്റെ കുറച്ച് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ മുന്നിലായിട്ട് തന്നെയാണ് മുനിസിപ്പൽ മാർക്കറ്റ് ഉള്ളത്. ആ മുനിസിപ്പൽ മാർക്കറ്റിൻ്റെ ക്ലോക്ക് ടവറാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ്. മഡ്ഗോവയിൽ നിന്നാണ് ഞങ്ങൾക്ക് ട്രെയിന്. ഈ കാണുന്നതാണ് ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇത് മഡ്ഗോവയിലേക്ക് വരുന്ന വഴിക്കാണ് ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു സ്ഥലത്തെ കാഴ്ചയുമായി വീണ്ടും കാണാം. താങ്ക് യു.